ആൾക്കാരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു വട്ടമെങ്കിലും കാണാത്ത ഒരു മലയാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനബിൾ ആയിരിക്കും അല്ലേ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കള്ളം പറയായിരിക്കും. നമ്മൾ എത്രത്തോളം ഇങ്ങനത്തെ പ്രൊപ്പഗൻഡാസിൽ ഇമ്മ്യൂൺ ആണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇതിലൊക്കെ നമ്മൾ അറിയാണ്ടെയോ അറിയാതെയോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബയസ് ഉള്ള പത്രം അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ സിനിമകൾ അല്ലെങ്കിൽ ജനറലി വാട്ട് എവർ പോപ്പുലർ ആർട്ട് ഫോം നമ്മളെ കമ്മ്യൂണിറ്റിയിലുണ്ടോ അത് കാണുന്ന കൺസ്യൂം ചെയ്യുന്ന വ്യക്തികളിൽ ആ ആർട്ടിസ്റ്റ്, എഴുത്തുകാരൻ, സിനിമറ്റോഗ്രാഫർ, ഹൂഎവർ ഇറ്റ് ഈസ്, ആ ക്രിയേറ്റർ കൊടുക്കുന്ന അവരുടെ പെർസ്പെക്റ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സോഷ്യൽ മീഡിയ, മാസ് മീഡിയ ഒക്കെ അൺഅവോയ്ഡബിൾ ആയി നിൽക്കുന്ന ഒരു ജനറേഷനിലാണ് നമ്മൾ. പക്ഷെ 1960 ഗവർണർ എന്ന് പറഞ്ഞ വ്യക്തി കൾട്ടിവേഷൻ തിയറി എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. മൂപ്പര് പറഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. നമ്മളുടേക്ക് എത്രത്തോളം എക്സ്പോഷർ TV ഡ്രാമാസിലോ അല്ലെങ്കിൽ ന്യൂസിലൂടെയോ ഒക്കെ ഒരു കാര്യത്തിനെ പറ്റി വരുന്നുണ്ടോ, ദാറ്റ് ഈസ് ഒരു നെഗറ്റീവ് കാര്യം. അത് കൺസ്യൂം ചെയ്യുന്ന സൊസൈറ്റീൻ്റെ ഉള്ളിൽ ഒരു സെൻസ് ഓഫ് ഡേഞ്ചർ അല്ലെങ്കിൽ ഉള്ളതിനെക്കാട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള ഡേഞ്ചർ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുണ്ട് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തും. ഇപ്പം നമ്മളെ മലയാളം മീഡിയയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, ട്രാഫിക്കിംഗ്, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുറച്ച് ലോകവിവരമുള്ളവർക്ക് അറിയാം. വളരെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്നതാണ്. പല പല സ്റ്റാറ്റിസ്റ്റിക്സും അത് ബാക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലാണെങ്കിലും ഇന്ന് മാഫിയകളുടെ പ്രവർത്തനം എത്രയോ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ മാസ് മീഡിയക്ക് പ്രത്യേകിച്ചൊരു ന്യൂസും പൊളിറ്റിക്കൽ ആക്ഷനും ഒന്നും ഇല്ലാണ്ട് നിൽക്കുമ്പം ഇതുപോലത്തെ ഒരു ന്യൂസ് അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചേസിങ് ആയി, ഫോളോയിങ് ആയി, ക്വസ്റ്റനിങ് ആയി മാസ് മീഡിയ തന്നെ കൾപ്രിറ്റിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നു. ഇതിന് പ്രോസ് ഉണ്ട്, കോൺസ് ഉണ്ട്. ഒരു നല്ല കാര്യമായിട്ടുള്ള എക്സാമ്പിളാണ് ഇത്. പക്ഷേ ഈ അടുത്തുണ്ടായ അഹമ്മദാബാദ് എയർ ക്രാഷിൽ മരിച്ച മലയാളി സ്ത്രീൻ്റെ വീട്ടിലോട്ട് ഇത്ര കണ്ട മാസ് മീഡിയ സോ കോൾ ജേർണലിസ്റ്റുകൾ ഇടിച്ചു കയറി അവരുടെ ഗ്രീവ് ചെയ്യുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കി അമ്മയെ പറ്റിയുള്ള ചോദ്യങ്ങളും അതുപോലെ അവരുടെ മകളെ ലൂസ് ചെയ്തിട്ടുള്ള പേരൻസിൻ്റെ അടുത്ത് വളരെ ഇൻട്രൂസീവ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നതൊക്കെ സത്യം പറഞ്ഞാലും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? അതേപോലത്തെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഡ്രഗ്സ്. നമ്മളുടെ സൊസൈറ്റിയുടെ ഉള്ളിൽ കുട്ടികളുടെ ഇടയിൽ ഒക്കെ എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഡ്രഗ്സ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റീസെൻ്റ്ലി ആണ് ഇവിടുത്തെ ന്യൂസ് ചാനൽസ് ഇത് വളരെ സെൻസേഷണലൈസ് ചെയ്തിട്ട് പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് അന്ന് തുടങ്ങിയ പ്രശ്നമാണോ? അല്ല, എത്രയോ കാലമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അല്ലേ? അത് നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാത്ത നമ്മളെ ഗവൺമെന്റിന്റെ അതോറിറ്റീസ് തന്നെയാണ് അതിൽ കുറ്റവാളികൾ. അതുവരെ ഹണി റോസിന്റെ വസ്ത്രധാരണ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള എത്രയോ ഡിബേറ്റ്സും ഡിസ്കഷൻസും നടത്തിക്കൊണ്ടിരുന്ന മീഡിയ പെട്ടെന്നൊരു ദിവസമാണ് ഡ്രഗ്സ് അതൊരു പ്രശ്നമാണല്ലേ, ഹണി റോസിന്റെ സാരി അപ്പം നമുക്ക് വിട്ടേക്കാം, ഇനി ഇതെടുക്കാം അല്ലേ? നമ്മൾ മലയാളികൾ സാമാന്യത്തിൽ കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നെ പോലെ തന്നെ ഈ ന്യൂസുകാർക്കും ഇതെല്ലാം അറിയാം. മലയാളികളുടെ അടുത്തേക്ക് ഇതുപോലത്തെയുള്ള പോയ്സൺ ഇൻജക്റ്റ് ചെയ്യാൻ ഒരു പരിധി വരെ പറ്റുള്ളൂ. അതിനുശേഷം അടുത്ത വിഷയത്തിലോട്ട് കടന്നേ പറ്റൂ. പക്ഷേ ഈ വക ഡിസ്കഷൻസിലൂടെ മാനിപ്പുലേറ്റഡ് ആവുന്ന, പേഴ്സ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്യുന്ന യങ് അഡൾട്ട്സ്, അതുപോലെ തന്നെ കുറച്ച് വയസ്സുള്ളവരാണെങ്കിലും കോട്ടും സൂട്ടും ഇട്ട് TV ഇരുന്ന് വലിയ വർത്താനം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇട്ട് പറയുന്നുണ്ടെങ്കിൽ സത്യമാണ് എന്ന് വിശ്വസിച്ച് പോകുന്നുണ്ട്. എന്നാൽ അത് അവിടെ നിൽക്കുന്നുണ്ടോ? നോ. ഈ ഡിസ്കഷൻസ് പണ്ടത്തെ പോലെ ന്യൂസ് വയ്ക്കുമ്പോൾ മാത്രം വരുന്നൊരു സംഭവമല്ല. നമ്മളെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്ന, കമൻട്രി ചാനൽസ് നടത്തുന്ന, റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന പല പല വ്യക്തികളുടെ പല പല പേഴ്സ്പെക്റ്റീവ്സ് എവറി സിംഗിൾ മിനിറ്റ്, എവറി സിംഗിൾ ഡേ നമ്മളിലേക്കൊക്കെ പുഷ് ചെയ്യപ്പെടുന്നത്. ഇതുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം പ്രശ്നമല്ല ചേട്ടാ. ഈ ഒരു ഡൈനാമിക്സ് കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയെ പോലെയുള്ള ഒരാൾക്ക് ഈ വ്യക്തിയുടെ പേഴ്സണൽ വീഡിയോയ്ക്ക് റിയാക്ഷനായി എന്തും വിളിച്ച് പറയാം. അവരെന്താ പറഞ്ഞത് എന്നും അവർ സൊസൈറ്റിയിലേക്ക് പുട്ട് ഫോർവേഡ് ചെയ്ത മെസ്സേജിങ് എന്താണെന്നും ഞാനിപ്പോൾ പറഞ്ഞുതരാം. എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്കുള്ള വേദനയൊന്നും അല്ല ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ നൊന്ത് 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 പ്രസവിക്കണം. അല്ലെങ്കിൽ വേറെ ഏതൊരു സിനാരിയോയിൽ എടുത്താലും ഈ ടൈപ്പ് ഓഫ് വർത്താനം നമ്മളുടെ ലൈഫിൽ നമ്മളുടെ റിലേറ്റീവ്സ് ആണ് സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? മിണ്ടാണ്ട് പോ എന്നല്ലേ?
ഇതൊക്കെയാണ് കമൻസ്. ഈ ഒരു ടോപ്പിക്കിലേക്ക് ഡീപ്പറായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഈ ന്യൂസ് എല്ലാം വായിച്ചതിന് ശേഷം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കാര്യവിവരമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒപ്പീനിയൻ പറയാം. അറിയാത്ത കാര്യമാണെങ്കിൽ ഒപ്പീനിയൻ പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പല ആൺജനങ്ങളും ഉണ്ടായിരുന്നു. സ്ത്രീ എങ്ങനെ അമ്മയാവണം, ഒരു കുട്ടിയുടെ അമ്മ എങ്ങനെയായിരിക്കണം, സ്ത്രീയുടെ രോദനം എന്തൊക്കെ ആയിരിക്കണം, അങ്ങനെയൊക്കെ ആയാലേ ഒരു റിയൽ സ്ത്രീ ആവൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു രീതിക്ക് സംസാരിക്കാത്തതാണ് നല്ലത്. കമന്ററി ചാനൽസും റിയാക്ഷൻ ചാനൽസും പോപ്പുലറായി വരുന്നത് ആൾക്കാരുടെ ഇടയിലുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ്. അത് വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളെ പറ്റിയാണോ? അല്ല. പല ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫിനെ പറ്റിയും പേഴ്സണൽ ഡിസിഷൻസിനെ പറ്റിയും ഈ ഒരു സംഭവം ഇവോൾവ് ചെയ്ത് ഇപ്പം പല ആൾക്കാരുടെയും ഡീപ്പ് ഡൈവ്സിലേക്കും അവരുടെ പേഴ്സ്പെക്റ്റീവ് പുഷ് ചെയ്തിട്ടുള്ള അതാണ് ശരി എന്നുള്ള രീതിയിലെ ടോക്കിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഒരു നല്ല ലൈറ്റിംഗ്, നല്ല എഡിറ്റിംഗ്, നല്ല സിനിമറ്റോഗ്രാഫർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് സത്യമാവുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ. റാദർ ദാൻ ഇങ്ങനത്തെ എക്കോ ചേമ്പേഴ്സിൻ്റെ ഉള്ളിലും ഇങ്ങനത്തെ ബബിൾസിൻ്റെ ഉള്ളിലും നമ്മൾ സ്റ്റക്കായി മറ്റുള്ളവരുടെ തോട്ട്സ് നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ആർക്കും ഒരു ഗുണമില്ല. മോർ ദാൻ എവർ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പോപ്പുലാരിറ്റി ഉള്ള ഈ ജനറേഷനിലാണ് ഒറിജിനൽ തോട്ട്സിനും ഒറിജിനാലിറ്റിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. യു കനോട്ട് പ്രൂവ് മീ റോങ്. ഇതിൻ്റെ ഗുഡ് സൈഡ്സ് നെഗേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു സ്കാൻഡൽ സംഭവിച്ചു എന്ന് വെച്ചു, ഇപ്പോൾ ഒരു സെലിബ്രിറ്റീനെ ഇൻവോൾവ് ചെയ്യുന്നതും ആവാം. ഞാൻ ആ സെലിബ്രിറ്റി ആണെങ്കിൽ എനിക്ക് ഈ പോപ്പുലർ യൂട്യൂബറെ അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഇൻഫ്ലുവൻസറെ അറിയെങ്കിൽ ഒരു കുറച്ചെങ്കിലും ബോധമുള്ള ഒരാളാണെങ്കിൽ ഞാൻ അവരെ വിളിച്ച് പറയില്ലേ, എന്നെ ഒന്ന് വിളിപ്പിച്ച് തരൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ PR ടീം വിച്ച് ഓൾ സെലിബ്രിറ്റീസ് ഹാവ്, അവരെ കൊണ്ട് ഞാൻ പുഷ് ചെയ്യിപ്പിക്കില്ലേ എൻ്റെ നറേറ്റീവ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളെ വിക്ടിമൈസ് ചെയ്തുകൊണ്ട് ഒരു 10 പേര് സംസാരിച്ചു കഴിഞ്ഞാൽ അതാവും ശരി. അപ്പോൾ എന്ത് പറ്റും? പോലീസ്, ജുഡീഷ്യറി, ഗവൺമെൻറ് ഏജൻസീസ് ഇവരുടെ ഒരു ജഡ്ജ്മെൻറ്റിനും ഒരു വിലയില്ല. ഇന്ന ആൾ ഇത് പറഞ്ഞു അപ്പം ഇതാണ് ശരി, നീ തെറ്റ് എന്ന് സൊസൈറ്റി ഒരാളെ ബ്ലാക്ക് മാർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരാളെ ക്യാൻസൽ ചെയ്യാനും വളരെ ഈസിയാണ്. പുറത്തൊക്കെ ഈ ക്യാൻസൽ കൾച്ചർ നല്ലോണം ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങോട്ടേക്ക് അത് അത്രയ്ക്ക് എത്തിയിട്ടില്ല. ബിക്കോസ് നമ്മളെ ഇടയിൽ കുറേ പേരുണ്ട് പലവരുടെയും കണ്ടിട്ട് ഹേറ്റ് വാച്ച് ചെയ്യുന്നത്. വെറുതെയെങ്കിലും കണ്ട് ഇതിനകത്ത് ഇവരെന്താ പറയുന്നത് എന്ന് നോക്കിയിരിക്കുന്നത്. ഞാനടക്കം ഗിൽറ്റി ആസ് ചാർജ്ഡ്. നമുക്ക് പൊളിറ്റിക്കലി ആണെങ്കിലും ജസ്റ്റ് നോക്കിയാൽ അറിയാം, ഇതുപോലത്തെ പ്രവൃത്തി ഗുണങ്ങളുള്ള ഒരാളെ നമ്മളെ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഇല്ലേ? എന്നിട്ട് അങ്ങേരുടെ തനി സ്വരൂപം കാണിക്കുമ്പം ഇപ്പം കയറി അയ്യോ വോട്ട് ചെയ്യണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഈ PR-കാരുടെ ഗിമിക്സിലെല്ലാം വീണതിന് ശേഷം ഇത് നമ്മൾ ചിന്തിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് സത്യം. ഏതൊരു ഫാക്ച്വലും ഫിലോസഫിക്കലുമായിട്ടുള്ള എന്തൊരു തോട്ട് പ്രോസസ്സ് എടുത്ത് നോക്കിയാലും എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ മേഖലയിലും വാലിഡ് ആവുന്ന ഒരൊറ്റ കാര്യമുണ്ട്. ദാറ്റ് ഐ ബിലീവ് ഇൻ പേഴ്സണലി ആൻഡ് ഐ തിങ്ക് എല്ലാവരും ബിലീവ് ചെയ്യണം. ദാറ്റ് ഇസ് ദർ ഇസ് നോ ബ്ലാക്ക് ഓർ വൈറ്റ്, അല്ലെങ്കിൽ ദർ ഇസ് നോ ട്രൂത്ത് ഓർ ഫാൾസ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇടയിലുള്ള ഗ്രേ ഏരിയ, അതിന്നുള്ള ഫോക്കസ് നമ്മളുടെ സമൂഹത്തിൽ വിട്ട് ആൾക്കാർ ഒരു സൈഡ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു പൊസിഷനിലേക്കാണ് നമ്മളെ സൊസൈറ്റി എത്തിയിട്ടുള്ളത്. ഒരു സംഭവം നടന്നാൽ ഞാൻ ഈ ആൾ പറഞ്ഞത് എഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ആൾ പറഞ്ഞത് എഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന റിയാക്ഷൻ വീഡിയോ കണ്ടിരുന്നു അപ്പം ഇയാൾ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതാണ് പൊട്ട. ഈ വ്യക്തികളുടെ അല്ലാതെ വാട്ട് അബൌട്ട് യു? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അത് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് ആരെങ്കിലും തരുന്നുണ്ടോ? ഇതൊരിക്കലും കമന്ററി ചാനൽസ് ഉള്ള അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ക്രിയേറ്റേഴ്സിന്റെ അടുത്തൊരു ഡിസ്സേ അല്ല. ഇത് ജനറലി ഒരു സോഷ്യൽ അനാലിസിസ് മാത്രമാണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ ജേർണലിസവും മാസ് മീഡിയയിലും PhD എടുത്തവർക്ക് തന്നെ ഒരു ബോധവും എത്തിക്സും ഇല്ലാണ്ടാണ് അവരുടെ ജോലി അവർ ചെയ്യുന്നത്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി എടുത്ത ഒരാൾ ആ ഒരു സബ്ജക്റ്റിന്റെ പ്രിൻസിപ്പിൾ വെച്ച് ആക്ട് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ വലിയ വിഡിത്തമാണ്. അതെനിക്കറിയാം. പക്ഷേ ഈ വീഡിയോൻ്റെ ഒരേ ഒരു മെസ്സേജിങ് ഇസ് ദാറ്റ് നമ്മളെല്ലാവർക്കും സ്വന്തമായിട്ടൊരു വ്യക്തിത്വവും സ്വന്തമായിട്ടൊരു ഒപ്പീനിയനും ഫോം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ബിക്കോസ് നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഏതൊരു മനുഷ്യനെയും വെളുപ്പിക്കാൻ വളരെ ഈസിയാണ്. സോ നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് കമൻസിൽ പറയൂ. ലെറ്റ്സ് ഡിസ്കസ് ആൻഡ് ഹാവ് ബെറ്റർ കൺവർസേഷൻസ്, നോട്ട് ആർഗ്യുമെന്റ്സ്.